കർക്കിടകത്തിന്റെ വരവറിയിച്ചുകൊണ്ട് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആനയൂട്ട് നടക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ കാഴ്ചയിലേക്കൊന്ന് പോകാം. ഗജവീരന്മാരിങ്ങനെ നിരന്നു നിൽക്കുന്ന കാഴ്ച. പക്ഷെ നല്ല മഴ കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു വല്ലാത്ത കാഴ്ചയാണ്. 50 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇപ്പം ചാണ്ടിയുമ്മൻ ആനയൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട്. ആന അടുത്ത് നിൽപ്പുണ്ട്. ആനയുടെ തൊട്ടടുത്ത് വെള്ള നിറത്തിൽ നിൽക്കുന്നത് നമ്മുടെ ചാണ്ടിയുമ്മനാണ് കേട്ടോ. ചാണ്ടിയുമ്മനാണ് ആനയുടെ വായിലേക്ക് ആനയൂട്ടുന്നത്, കുടിക്കുന്നത്. നോക്കൂ, കാത്തിരിക്കുകയാണ്. നിരവധി ആളുകൾ ആനയൂട്ടിന് വേണ്ടിയിട്ട് അവിടെ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ആനയുടെ വായിലേക്ക് എല്ലാവരും ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ അവിടെ എത്തി ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ആനയുടെ തൊട്ടടുത്ത് നിന്നാണ് കേട്ടോ ഇവരൊക്കെ ഇത് കൊടുക്കുന്നത്. ആനയ്ക്ക് വല്ല ഹാപ്പി ആയിരിക്കും അല്ലേ? ഒരു പക്ഷേ ആനയ്ക്ക് ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്തോ. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ നല്ല മഴയാണ്. വേറൊരു വല്ലാത്ത ഫ്രെയിമാണ്. കൊട, ആന, വടക്കുന്നാഥ ക്ഷേത്രം, അതിനിടയിൽ ആനയൂട്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ ജെയ്സൺ ചാമോളപ്പിൽ? ആനയോട്ട് കേട്ടാക്കിയ ആൾക്കാർക്ക് കിഴക്ക് ഭാഗത്ത് ആനയ്ക്ക് കൂട്ടാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ഗൂഗിളുമായി ചെന്നാൽ അവിടുത്തെ വളണ്ടിയർമാരാണ്. നല്ല തിരക്കാണ്. നല്ല കൊടും മഴയിലാണ് ഇപ്പോൾ ആനയൂട്ട് നടക്കുന്നത്. പിന്നെ അതിശക്തമായ മഴയിൽ കൊട ഉയർത്തിയും കൊടയില്ലാതെയും ആളുകൾ കാണാതെ നിൽക്കുകയാണ്. രാവിലെ ഏകദേശം 7 മണിയോടുകൂടി തന്നെ ആളുകൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിയിരുന്നു. നമുക്ക് ചാണ്ടിയുമ്മനോട് തന്നെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ആനയൂട്ടിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. വളരെയധികം നല്ലൊരു എന്താ പറയുക, നമ്മുടെ ആചാരങ്ങളുടെ ഒരു നല്ല വശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വന്യജീവികളുടെ സ്നേഹം, വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ്. വടക്കുന്നാഥ ഭക്തനാണെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് വടക്കാൻ്റെ മുൻപിൽ നിൽക്കുന്ന കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ എപ്പോ വന്നത്? രാവിലെ എത്തിയോ? അതെ, ഇന്ന് രാവിലെ വന്നു. അപ്പോൾ ആള് വടക്കുന്നാഥ ഭക്തൻ കൂടിയാണ് കേട്ടോ ചാണ്ടിയുമ്മൻ. ഇടയ്ക്ക് നമുക്ക് കാണാറുണ്ട് വടക്കുന്നാഥൻ്റെ മുൻപിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നിൽക്കുന്ന അരുൺകുമാർ. ഇപ്പോൾ നല്ല മഴയത്തും ചാണ്ടിയുമ്മൻ വന്നു. അതുപോലെ മന്ത്രി ജനീഷ് ഉണ്ടായിരുന്നു, കളക്ടറുണ്ട്. അതുപോലെ തന്നെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ നല്ല മഴയത്തും ആളുകൾ പുറകോട്ട് പോകുന്നില്ല. മേൽശാന്തി ആദ്യമുള്ള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് നൽകിയാണ് ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. വലിയ ആവേശത്തോടുകൂടി എല്ലാ വർഷവും ആളുകൾ എത്തുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾ വരികയും ആനയൂട്ടിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആനയൂട്ടിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏഷ്യാഡിന് ആനയെ കൊണ്ടുപോയി ആനകൾക്ക് അസുഖം വന്നതിന് ശേഷം ഇനി ആനകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നടത്തി തുടങ്ങിയതാണ് ആനയൂട്ട്. പക്ഷേ ഇന്നത് വലിയ ഒരു സംഭവമായി മാറിയിരിക്കും. തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ പുലിക്കളിക്കും കഴിഞ്ഞാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ ആനയൂട്ടാണ് മറ്റൊരു സംഭവമായി മാറുന്നത്. നിരവധി ആളുകൾ എത്തിച്ചേരുന്നു. നിരവധി പ്രഗത്ഭരായ, അതായത് ഏറ്റവും വലിയ തലയെടുപ്പുള്ള നിരവധി ആനകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഗംഭീരമായ കാഴ്ചയും അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണം, വന്യജീവികളുടെ സംരക്ഷണം, ആനകളുടെ സംരക്ഷണം, എല്ലാ സന്ദേശവും നൽകുന്ന ഒരു അപൂർവ കാഴ്ച കൂടിയാണ് ഈ കർക്കിടകം 1 ഇവിടെ നടക്കുന്നത്. അരുൺകുമാർ, ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഓരോരുത്തരും ആനയ്ക്ക് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തിക്കും തിരക്കിലുമാണ്. കുറേ മണിക്കൂറുകളായി ആളുകൾ കാത്തു നിൽക്കുകയാണ് ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കാൻ. അതുകൊണ്ട് തന്നെ ആ കാത്തിരിപ്പിന് ഒട്ടും ആവേശം കുറവ് വന്നിട്ടില്ല. നല്ല മഴ പെയ്യുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഗംഭീരമായ മഴയാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് വിട്ടുന്നെങ്കിലും ശക്തമായ മഴ നിർത്താതെ പെയ്യുകയാണ്. ആ മഴയിലും ആളുകൾ വലിയ ആവേശത്തോടുകൂടി ആനയൂട്ടിൽ പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് തന്നെ നിരവധി തലയെടുപ്പുള്ള നിരവധി ആനകൾ ഈ ആനയൂട്ടിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തുന്ന ഭക്തരും അത് ആനപ്രേമികളെ കൊടുക്കുന്ന ഭക്ഷണം, ഈ കർക്കിടക ദിനത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ എത്തി അവർ ഭക്ഷണം കൊടുത്ത് പൂർണ്ണ തൃപ്തിയോടെ ഇവിടെ എത്തുന്ന ആളുകളും അതുപോലെ ആനകളും മടങ്ങും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ചാമോളപ്പിലാണ്
വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, മനോഹരമായ ദൃശ്യമല്ലേ വടക്കുന്നാഥൻ്റെ സന്നിധാനത്ത് പല പല കുടകൾ. സാധാരണ ഇത് പൂരത്തിലാണ് നമ്മളിങ്ങനെ വർണ്ണക്കുടകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. ഇത് ഈ കുടകൾ പൂരത്തിന് ആനയെഴുന്നള്ളിക്കുന്ന വർണ്ണക്കുടകളല്ല. ആനയൂട്ടിനെത്തിയ ആളുകൾ ആനയ്ക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആനയൂട്ടിന് പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ നല്ല മഴ പെയ്യുമ്പോൾ വിരിഞ്ഞിരിക്കുന്ന കുടകളാണ് കാണുന്നത്. അതും മനോഹരമായ ഒരു ക്യാമറ ഫ്രെയിമാണ്. വടക്കുന്നാഥിൽ നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ്. മഴ ഇങ്ങനെ പെയ്യുമ്പോഴും ആനയൂട്ടിൽ ആന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നുണ്ട്. തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഭക്തസമൂഹത്തെ പ്രേക്ഷകർക്ക് വടക്കുന്നാഥൻ്റെ സന്നിധിയിൽ കാണാം. അവിടെ ഇങ്ങനെ കുടകൾ വിരിഞ്ഞിരിക്കുന്നു. സാധാരണ പൂരത്തിന് കാണുന്ന കാഴ്ച ഇപ്പോൾ ആനയൂട്ടിൻ്റെ കാഴ്ചയായി ഇവിടെ കുട നിവർത്തി നിൽക്കുന്നത് ആനയൂട്ടിനെത്തിയിരിക്കുന്ന വിശ്വാസികളാണ്. അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്.